എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വൻ ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റുന്നതിനു വേണ്ടിയുള്ള അത്യുത്സാഹമാണ് കേരളത്തിലുടനീളം ഞങ്ങൾ കാണുന്നത്. സ്ഥാനാർത്ഥികളുടെ പര്യടനം മുതൽ പരിശോധിച്ച് നോക്കിയാൽ മുന്നണിയുടെ പ്രവർത്തകർക്കും മുന്നണി നേതാക്കന്മാർക്കും നല്ല ആത്മവിശ്വാസം തന്നെയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ച്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു തർക്കത്തിന്റെയും പ്രശ്നമില്ല. അത് സഖാവ് മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ. ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞാണല്ലോ LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. പവർ കട്ട് പുതിയ കുട്ടികൾക്ക് എന്താണെന്നറിയില്ല. ഒരു കാലം പവർ കട്ടിന്റെ കാലമായിരുന്നു UDF ഭരിക്കുമ്പോൾ. ഇന്ന് അത് എന്താന്ന് പോലും അറിയില്ല. ഈ 10 കൊല്ലം കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി, വെടി വഴിപാടാണല്ലേ. സർക്കാർ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നില്ല, മുമ്പതുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഹൈടെക് ക്ലാസ് മുറികളായി ഈ 10 വർഷം സർക്കാർ സ്കൂളുകൾ മാറി. UDF ഭരിക്കുമ്പോൾ അതല്ലായിരുന്നു. സർക്കാർ സ്കൂളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോക്കുണ്ടായിരുന്നു. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള റോഡും പാലവും കെട്ടിടവും കേരളത്തിൽ ഇന്ന് വന്നു. മുമ്പ് എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയാം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി 2 മുന്നണികൾ, ശക്തി തെളിയിക്കാൻ വേണ്ടി ഒരു മുന്നണി. ഇതാണ് എന്റെ കാഴ്ചപ്പാട്. അവൻ പറഞ്ഞ നേരാ. ഇവിടെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, A എന്ന മുന്നണി 40 വോട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുക. Bയും Cയും കൂടെ ചേർന്ന് 60. അതില് Cക്ക് കിട്ടുന്നത് 21 ആണെങ്കിൽ Bക്ക് 39. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. 39, 40, 20, 60 കൂടുതൽ Aക്കെതിരായിരിക്കും. പക്ഷേ Bയും Cയും കൂടെ ചേരുമ്പോൾ 60 ആണ്. ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ 39 ആവുന്നുള്ളൂ. അപ്പൊ A ജയിക്കും. തനി രാവണൻ 10 തലയായവന്. അപ്പൊ മൂന്നാമത് ആയി വരുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ടാണ് ഇവിടെ വിജയെ തീരുമാനിക്കുന്നത് എന്ന ഒരു റീഡിങ്ങിലാണ് ഞാനുള്ളത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അതായത് ഈ രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആള് ചിലപ്പോ അയാള് ഈ 40-ന് മുകളിൽ കിട്ടിയാൽ മാത്രമേ Bക്ക് ജയിക്കാൻ കഴിയൂ. അപ്പൊ തീരുമാനിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ വോട്ടുകളാണ്. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ട. ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. പല സ്ഥലത്തും പലതരത്തിലുള്ള ത്രികോണ മത്സരമാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കുന്ന വോട്ട്, അത് ജയിക്കില്ല എന്നറിഞ്ഞിട്ടും കൊടുക്കുന്ന വോട്ട്, അത് Aയോ Bയോ ബാധിക്കും എന്നാണ് എന്റെ ഒരു ജനങ്ങളുടെ വികാരം എന്തെന്ന് ഏകദേശം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ആഗ്രഹം വളരെ വ്യക്തമാണ്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായി. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇക്കാര്യത്തെ ധാർഷ്ട്യത്തെയൊന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഇതുവരെ നടന്ന പ്രചരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. അതുകൊണ്ട് മൂഡ് ഏതാന്ന് ചോദിച്ചാൽ മൂഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ മൂഡ്. ഞാനിതിനു മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDFന് 100% അനുകൂലമാണ്. മക്കൾ രാഷ്ട്രീയത്തിൽ ഒരു അറുതി വരുത്തണം. BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവർ അത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ട്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ്. ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു. പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ, വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. എന്നെ സംശയിക്കരുത്,
അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുക. അതൊരു അജണ്ടയും അല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് പുറത്തു വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും പാലക്കാടിന്റെ ആത്മാഭിമാനം വിൽപ്പനക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ആദ്യം അദ്ദേഹം വന്നപ്പം പിന്നെ വളരെ ദുർബലനാണെന്ന് പറഞ്ഞു. പിന്നെ ചില കോണിൽ നിന്ന് അദ്ദേഹം കോമാളിയാണെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഇവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തപ്പോഴും ഓരോ തവണ ജനങ്ങളുമായി സംവദിച്ചപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്തപ്പോഴും അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി, രാഷ്ട്രീയമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം പാലക്കാടൻ ജനത ഇഷ്ടപ്പെടുന്ന തരത്തിൽ രമേശ് പിഷാരടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാടൻ ജനതയുടെ ഹൃദയങ്ങൾ ഒരു ഇടം പിടിച്ചു എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ അസ്വസ്ഥത. ആദ്യം വളരെ സില്ലിയായി നിസ്സാരമായി 2 മുന്നണിയും കണ്ട ഒരാള് ഇപ്പൊ എല്ലാ തരത്തിലുള്ള അറ്റാക്കിനും അദ്ദേഹം വിധേയനാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അദ്ദേഹമാണെന്നാണ്. ഒരു ഫ്ലെക്സ് ബോർഡ് തൊട്ട് ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹം പാലക്കാട് ജയിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് എതിരാളികൾക്ക് കൃത്യമായിട്ട് ലഭിച്ചതുകൊണ്ടാണ്. പാലക്കാടിന്റെ വികസനത്തെ സംബന്ധിച്ച് വർഗീയതക്കെതിരായി വിദ്വേഷത്തിനെതിരായി നല്ല നിലപാടുള്ള ആള് തന്നെയാണ് ശ്രീ രമേശ് പിഷാരടി. അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് നിരന്തരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം ഇവിടെ ജയിക്കാൻ പോവാണ് എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ UDFന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ട്. മറ്റാരും ഇല്ല എന്ന തരത്തിലൊക്കെ അവരവർ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വെച്ചുകൂട്ടിയ ഹോർഡിങ്സും ഈ നടത്തിയ പ്രചരണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നത്. എന്നാൽ പിന്നെ കാണാം ജനങ്ങളുണ്ട് എന്നുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ആദ്യം ദുർബലനായ സ്ഥാനാർത്ഥി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ വോട്ട് ചെയ്യാൻ ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങളും രാഷ്ട്രീയക്കാരാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നൊരു സ്ഥലമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഈ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ. അപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് ഇവർ പറഞ്ഞു വരുത്തി. അതേ തുടർന്ന് ഞാൻ പറയുന്നതും പറയാത്തതുമായ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഓരോ ചാനലിലെ എംബ്ലം വെച്ച് കാർഡുകൾ ഉണ്ടാക്കി അവിടെ മുഴുവൻ പറഞ്ഞു വരുത്തി. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ പാർട്ടി, ഈ മുന്നണിക്ക് ഇപ്പോൾ ഇതിന്റെ ആദ്യത്തെ 2 വാക്കുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിലൊന്ന് ഐക്യവും മറ്റൊന്ന് ജനാധിപത്യവുമാണ്. അതിനുവേണ്ടിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നത്. ദുർബലനാണെന്നും രാഷ്ട്രീയക്കാരനല്ലെന്നും ഒക്കെ ഉറക്കെ പരസ്യമായി എന്നെ വിളിച്ചു പറയും. അതിനുശേഷം ഈ ദുർബലനായ എന്നെ എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നതെന്നും ഇത്രയും അറ്റാക്ക് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. കാരണം ഞാനിതിന് നിന്നിട്ടില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.